പപ്പായ മുതലാളിയെ ഒരു ചായ. ഇതെന്തുള്ളത്? കാര്യന് മേശ എന്റെ ഉപ്പാപ്പന്റീന് എന്താ വാത്തൊരു മോന്തയും മടിയിലാ വെച്ചരാശാവേ. എന്തുകൊണ്ട് വേണ്ടേ? കടുപ്പത്തിനൊരു ചായ. പിന്നെ എന്തുകൊണ്ട് വേണ്ടേ? 3 മിനിറ്റ് വിട്ട്. മാട്ടുമ്മ തോമാറ്റെന്ന് പറഞ്ഞാൽ അറിയാത്തവരായിട്ട് ആരുമില്ല. അത്രയ്ക്ക് വലിയ കുടുംബക്കാരനാ. എല്ലാ കൊല്ലവും ഈ സമയത്ത് ഇക്കാലത്ത് ഇവിടെ കുളിച്ച് താമസിക്കാൻ വരും. എറണാകുളം കൊച്ചി പ്രദേശത്ത് മുല്ലയ്ക്ക് വർക്കി അത്രയും കാശുള്ളവരാരുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഏത് പട്ടിക്കും അറിയാം. ആലുവ പുഴയും മുങ്ങിക്കുളിയും ഉണ്ടായ കാലം തൊട്ട് എന്റെ മുതലാളി എല്ലാ കൊല്ലവും ഇവിടെ വരും. നന്റെയൊക്കെ മുതലാളിമാർക്ക് പറമ്പും പെരയും മുങ്ങുകുളിയൊക്കെ കണ്ടുവച്ചിട്ട് ഇപ്പൊ ഈ കശപിച്ച കാണിക്കുന്നതിന്റെ വല്ല കാര്യണ്ടാ? വർക്കി മുതലാളികളുടെ എതിരിടാൻ ആരുണ്ട് റപ്പായി ചേട്ടാ ഈ നാട്ടിൽ? ചേട്ടൻ ഭക്തി മുതലാളി ഉണ്ടല്ലോ, അവനെ മാറ്റുമ്പോ പുല്ലാടാ പുല്ല്. തൊമ്മാച്ചിലെ എന്റെ മുതലാളിക്ക് ഇതാണ്. എന്തുണ്ടാ രോമ ചായലറ്റ് പുഴു. ഈ തൊമ്മനും വർക്കിക്ക് നിന്റെ ആരണ്ടാ? അപ്പന്ന് എടപ്പന്നെ എന്നെ എടപ്പന്നെ എന്നെ നീ എന്റെ മുതലാളിയുടെ മുഖത്ത് രോമം ഊതി പറുത്തോടാ അപ്പന്റെ. വേണ്ട വേണം. എന്റെ മുതലാളി പുല്ലെന്ന് വിളിക്കൂടാ എരപ്പേ. വേണ്ട. വിളിച്ച നീ എന്തോ എടുക്കണം പട്ടി. വേണ്ട 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 വേണ്ട. കാരണം ചാക്കുണ്ടിയുടെ മാണ്ടപ്പയുടെ ചായക്കടിയാ ഇവിടെ പോളിറ്റിക്സിന്റെ ആവശ്യമില്ല. ഇവനെ മുതലാളിമാര് സ്ഥലകാലേക്ക് കൊണ്ട് പോയാ എടാ, മുല്ലയ്ക്ക് വർക്കിയുടെ വള്ളക്കാരന്റെ കൊങ്ങായ്ക്ക് പിടിക്കാൻ വളർന്നവരാരെങ്കിലും ഈ നാട്ടിലുണ്ടോടാ? പൈരിച്ചേട്ടൻ പിടിച്ചെന്നാ കേട്ടത്. പൈടാ, എന്റെ ഈ കൈയുടെ അത്രയും വണ്ണവും കനുവും ഉണ്ടോടാ നിന്റെ പൈലിച്ചേട്ടന്? ആ നീർക്കോലി പൈല് ലാസറോട് എടുക്കാൻ വന്ന അവന്റെ എല്ലാം ഓടിച്ചു വിട്ടു. ഒന്ന് പതുക്കെ പറയില്ലേ, പൈരിച്ചേട്ടൻ ആ റൂമിലെങ്ങാനും കാണും. അവനല്ല, അവന്റെ മുതലാളി തൊമ്മച്ചൻ വന്ന ലാസറിന് പുറ്റം. അവനല്ല, അവന്റെ മുതലാളി തൊമ്മച്ചൻ വന്ന ലാസറിന് പുല്ലാണ്. അത് ശരി. മുട്ടതാക്കി അവളോടെ ഞാൻ പറയുള്ളൂ. എന്റെ ആൾക്കാർക്ക് അറിയാം ഹോമായിട്ട് നിന്റെ ആളുകൾ നിന്റെ കൈ ഇടണം കേട്ടോ. മുട്ടല്ലേ ഉള്ളവിടെ തെരഞ്ഞെടുക്കണം. പറയല കേട്ടോ, മേലാൽ എന്ന് മൂലാൽ പറയാലോ കേട്ടോ. കല്ലോൺ തന്നെ ജ്ഞാനസ്ഥാനത്തിന്റെ ആളാ. മുല്ലയ്ക്കൽ വർക്കിയുടെ വള്ളക്കാരന് മാനഭംഗപ്പെടുത്താൻ
ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാലും അവരെന്നെ മാനഭംഗപ്പെടുത്തി. അവനെങ്ങനെയാടാ ഇതിന്റെ മാനഭംഗപ്പെടുത്തിയത്? കള്ളൻ കോപ്പ എടുത്ത് തലവഴിക്കേ ഒഴിച്ച് മുക്കി. മാറിയ കൊച്ചമ്മയ്ക്ക് എപ്പോഴും ഒരു തമാശ. ഞാൻ ഇനി 4 പേരുടെ മുഖത്തൂടെ എങ്ങനെ ഇറങ്ങി നടക്കും? മുല്ലക്കൽ വർക്കിയുടെ വേലക്കാരെ വേറെ ആരെങ്കിലും മാനഭംഗം ചെയ്തിട്ടുണ്ടോ? കൊച്ചമ്മ അപ്പുറത്തോട്ട് പോയാട്ടെ. മുതലാളി അല്ലാതെ വേറെ ആരും മാനഭംഗം ചെയ്തിട്ടുമില്ല, ചെയ്യുകയുമില്ല. എന്റെ വള്ളക്കാരെ ഞാൻ ചെയ്തിട്ടുണ്ടോ? അതിപ്പോ ഞാൻ എങ്ങനെ അറിയുന്നേ? സാധാരണഗതിയില് ചെയ്തിട്ടില്ല. എന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ചു. അവളുടെ പുസ്തകത്തിനകത്ത് എന്റെ എതിരാളി പണം വയ്ക്കൂ. എന്റെ മോൻ ചുണയുള്ളവനാ. അവൻ പടം നീട്ടിയാലേ അവനോ ഇഷ്ടമില്ലാത്ത പെണ്ണ് തന്നെ ഈ തൂങ്ങി കിടക്കണ കുമ്പം തൂട്ടണം എനിക്ക് നല്ല വിവരണ്ടാ. എടുത്ത് ദൂരെ കളയണം. ബിസിനസ് ഇവിടെ പോളിറ്റിക്സ് പറ്റില്ലേ? 2 തല്ലിപ്പുള്ളി തന്താ 2 കിടാങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ വെച്ചിട്ട് ഇപ്പൊ പിന്നെ ഈ മുതലാളിമാർ ഈ കശപിശ കാണിക്കുന്ന അസലം തൂട്ടണം എന്റെ ഇംഗിതം. എന്റെ മകള് ഒരു പാവമായതുകൊണ്ട് കാര്യം അറിയാതെ പണം വാങ്ങി. എന്റെ മോൻ എടുക്കനായതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പടം കൊടുത്തു. അങ്ങനെ വാങ്ങിയാല് അണപ്പല്ല് കാണില്ല. അണപ്പല്ല് എടുക്കാൻ വന്നെങ്കിലുണ്ടല്ലോ അവന്റെ തല്ല് കാണുക. പരിപാടികളെ പറ്റില്ല. ില്ല നീ നിന്റെ അപ്പനും കൂട്ടിയാവൂല്ല. നീ നോക്കാൻ പോയാണ്. റപ്പായ എനിക്ക് നല്ലോണം അറിയില്ല. റപ്പായ നല്ലോണം അറിയില്ല. റപ്പായിക്ക് ദേഷ്യം വന്നറിയില്ല. നീയൊന്നും കൂട്ടിയാ കൂടില്ല. സാമാനങ്ങളൊക്കെ ഉടച്ചിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്റെ ലാത്രിയേട്ടാ. എന്നാലും ഉറപ്പായി എന്റെ ലാത്രിയേട്ടന്റെ പെടലിക്ക് പിടിച്ചല്ലോ. നിന്റെ കണ്ണുനീര് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടാ പൈലിയേ. എന്റെ കഴുത്തിന് വണ്ണമെങ്കിലും നിന്റെ കഴുത്തൊടിഞ്ഞു പോവോ നേരത്തെ എനിക്ക് അതോർത്താണ് ഞാൻ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ അങ്ങ് നിന്നു പോയത്. അല്ലയാ ഇതും കൂടെ അങ്ങ് അടിക്കളിയാ. എന്നാട്ടെ അതെ വേണ്ട, നീ കുടിച്ചിട്ട് എനിക്ക് വേണ്ട. രാത്രിയേറ്റം കുടിച്ചിട്ട് പാതി എനിക്ക് തന്നാ മതി. തൊണ്ടേന്ന് കള്ളിറങ്ങുമോ നോക്കട്ടെ. വേണ്ടടാ മോനെ നീ കുടി. അയ്യോ എനിക്ക് വേണ്ട രാത്രിയേട്ടാ. കൊച്ചി എറണാകുളം പച്ചാളം പ്രദേശത്തെ 2 പൈതങ്ങളെ ആക്ഷേപിക്കാൻ തൃശ്ശൂർക്കാരൻ റപ്പായിക്ക് അവകാശമുണ്ടോടെ? ഇന്ന് ഈ പൈതൽ അവനെ അടിക്കും. തൃശ്ശൂർക്കാരൻ റപ്പായി അടിച്ചില്ലെങ്കിൽ പച്ചാളത്തുകാരായിട്ട് നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ അടിക്കില്ല ശ്രീയേട്ടാ. അവനെ ഞാൻ അടിക്കുവാണ്. നീ എന്താ വായിക്കണം? കള്ളുടിച്ചേ കാശ് എന്നിട്ട് പോയി അടിക്ക്. ഇച്ച പോടാ. രാത്രിയേട്ടാ റപ്പായാന്ന് തോന്നുന്നു. കാശുണ്ടോ?
ലാപ്രിയേട്ടാ പൊട്ടിക്കട്ടെ. ആ പൊട്ടിച്ചു. പൈതിയേ ഇത് റപ്പായി എല്ലാളും തെറ്റിപ്പോയി. ഇത് റപ്പായി അല്ലല്ലോ, അവനങ്ങ് ഇരിപ്പായി. ഓനെ മനസ്സിലായിക്കടാ. ഞങ്ങൾക്ക് ആള് തെറ്റിപ്പോയതാ. ഞങ്ങൾ റപ്പായിയെ പോയി അടിച്ചേച്ചും വരാൻ കേട്ടോ. എവനെ പുറത്തു പോകും. നാളേക്ക് കള്ളു കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഒന്നോ ഇത് ഇവിടെ രാഷ്ട്രീയം പറ്റില്ല. ഇത് ടീഷാപ്പണോ? നിന്റെ ഈ മർദ്ദനത്തിന്റെ പരിപാടി ഉണ്ടല്ലോ, അവിടെ നടക്കില്ല. പോയാ പണി നോക്കിയ പണി പൊട്ടിച്ച് കയ്യിൽ പണ്ടാറുകള്. കർത്താവേ,